പലയിടത്ത് പോകുമ്പോൾ പലരും എന്നെ കാണാറുണ്ടായിരുന്നു. കാണുമ്പോൾ ആരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അത് ഞാൻ അങ്ങനത്തെ ഒരാളല്ല. ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നാട്ടിൽ പോകുമ്പോഴാണ്. എന്താണ് ഉള്ള കല്യാണം, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ്. എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്കതിൽ ഓക്കെയാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് വീഡിയോസൊന്നും ഞാൻ അമ്മയായിട്ടുള്ള കോംബോ റീൽസൊന്നും കാണാത്തത്. ഹലോ എവരിവൺ, യു ആർ വാച്ചിങ് ജസ്റ്റ് ബീയിങ് മനീഷ. ഞാനാണ് മനീഷ ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് യു ഗൈസ് ആർ ഹിയർ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു നമുക്ക് ഒരു Q&A ചെയ്യണമെന്ന്. ഞാൻ കുറേ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു. ആരും എന്നോടും ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടു, ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടപ്പം എനിക്ക് അവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ആലോചിച്ചു, ഓക്കെ തന്നെ ആ ക്വസ്റ്റ്യൻസൊക്കെ എടുത്തിട്ട് നമുക്കൊരു Q&A ചെയ്യാമെന്ന്. എനിക്കറിയാം നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മളൊരു Q&A ചെയ്തിട്ടില്ല. നമ്മൾ ഫസ്റ്റ് Q&A ആണ്. അതേപോലെ എനിക്കറിയാം നിങ്ങൾക്ക് എന്നെപ്പറ്റി ഞാനിടുന്ന കുറേ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് അല്ലാണ്ട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കിയിട്ടില്ല. സോ നിങ്ങൾക്ക് എന്നെപ്പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്നെനിക്കറിയാം. അതേപോലെ എനിക്കും നിങ്ങളെപ്പറ്റി അറിയാൻ വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ വൈ നോട്ട്, ഞാൻ തന്നെ ആദ്യം അങ്ങോട്ട് കളത്തിലിറങ്ങാം, ഞാൻ തന്നെ എഫേർട്ട് ഇടാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളിങ്ങോട്ട് സംസാരിക്കുമല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം വരുമല്ലോ, ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം വരുമല്ലോ, അത് ഞാനായിട്ട് എന്നെ അങ്ങ് ക്ലിയർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. സോ അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് എവർ Q&A ആണ്. ഓ മൈ ഗോഡ്, എനിക്കറിയത്തില്ല. കാരണം ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട്, ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹോൾ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അത് നമ്മളെന്ന് പറയുമ്പോൾ ആ ഒരു കോണ്ടൻറ്റിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പോവുക. പക്ഷെ നമ്മളൊരു പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ എന്നെപ്പറ്റി ഞാനിങ്ങനെ കൂടുതൽ ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന ഒരു ആദ്യത്തെ പ്ലാറ്റ്ഫോം വേണമെന്നെങ്കിൽ പറയാം. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഐ ആം സോ എക്സൈറ്റഡ്. അതേപോലെ ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇരിക്കുന്നൊരു ഫീലും കൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ തന്നെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന്. എൻ്റെ പേര് മനീഷ, എൻ്റെ വീട്ടിൽ എന്നെ ശ്രീകുട്ടി എന്ന് വിളിക്കും. സോ യു ക്യാൻ കോൾ മീ മനീഷ അല്ലെങ്കിൽ ശ്രീകുട്ടി, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം നിങ്ങൾക്ക് അത് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ നമുക്ക് വളരെ കാഷ്വലായിട്ട് തുടങ്ങാം അല്ലേ, കാഷ്വൽ ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. എൻ്റെ നാട് കൊല്ലം കരുനാഗപ്പള്ളിയാണ്. ഞാൻ പക്കാ കൊല്ലംകാരിയാണ്, കൊല്ലം കരുനാഗപ്പള്ളി. സോ നിങ്ങൾ ആരെങ്കിലും കരുനാഗപ്പള്ളി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കരുനാഗപ്പള്ളിക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊല്ലംകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അറിയാമല്ലോ എൻ്റെ ചാനലിൽ എത്ര കൊല്ലംകാരുണ്ട് അല്ലെങ്കിൽ എത്ര കരുനാഗപ്പള്ളിക്കാരുണ്ടെന്ന് എനിക്കൊന്ന് അറിയാമല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേച്ചിയുടെ അമ്മയുടെ കോംബോ റീൽസ് കാണാറുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നി. ഫസ്റ്റ് റീൽ എടുക്കാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? അമ്മയുടെ റിയാക്ഷൻ അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട റിയാക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിങ്ങനെ റീൽസൊക്കെ ഇടുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുമാത്രമല്ല, ഞാനിവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ പിക്സും ഫോട്ടോഗ്രാഫേഴ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അതുമാത്രമല്ല, അമ്മ ഇങ്ങനെ കാഷ്വലായിട്ട് നടക്കുന്ന റീൽസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തത് കൊണ്ട് അമ്മ അത് ഭയങ്കര യൂസ്ഡായിരുന്നു. അമ്മയ്ക്കത് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഈ സ്ലോ മോഷൻ വാക്കിംഗ് റീൽസൊക്കെ എടുത്ത് നല്ല സോങ്ങൊക്കെ ഇട്ട് കൊടുക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കത് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ ഫസ്റ്റ് റീല് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും, അതായത് നമ്മളിങ്ങനെ ഡയലോഗ് ബേസ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ വേണ്ടിയിട്ട് ഞാൻ റീൽസ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് റീൽ എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കോംബോ റീൽസ് ഇൻസ്റ്റയിലെ അമ്മയെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും മോളും അല്ലെങ്കിൽ മോനുമായിട്ട് ചെയ്യുന്ന കോംബോ റീൽസ് ഞാൻ അമ്മയെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതേപോലെ ചെയ്യണമെന്നുണ്ട്, അപ്പോൾ അമ്മക്ക് ചെയ്താലോ എന്ന് ചോദിച്ചപ്പം അമ്മ വാസ് ലൈക്ക് വാ നമുക്ക് ചെയ്യാം എന്ന മൈൻഡിലായിരുന്നു. അല്ലാണ്ട് അമ്മയ്ക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഡയലോഗ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് പേടി വരും. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഡയലോഗ്സ് വേണോ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ഡയലോഗൊന്നും ഇല്ല, ഞാനിങ്ങനെ ചെയ്യും, അപ്പോൾ അമ്മ കാഷ്വലായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതി എന്ന് ഞാൻ പറയുമായിരുന്നു. അതുകൊണ്ട് അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വീഡിയോസൊക്കെ കോംബോ എടുക്കാൻ വേണ്ടി. അമ്മ
അപ്പോൾ ഞാനും അമ്മയായിട്ടുള്ള കോംബോ റീൽസ് കാണാത്തത്, അമ്മ നേരത്തെ എൻ്റെ കൂടെ ഇവിടെ കൊച്ചിയിലുണ്ടായിരുന്നു. സോ അമ്മയ്ക്ക് ടൈം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ നിന്നിട്ട് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ എടുത്ത് തുടങ്ങി അമ്മ നോക്കിയായി വന്നപ്പോഴത്തേക്കും ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ചേച്ചിയും ദുബായിലാണ്. അപ്പോൾ ചേച്ചിയുടെ കുട്ടികൾ അമ്മയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന നാട്ടിലെ സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അമ്മ അവിടെ ഫുൾ ബിസിയാണ്, അമ്മയുടെ ഷെഡ്യൂൾ ഫുൾ ബിസി ആയതുകൊണ്ട് അമ്മ ഇപ്പോൾ വല്ലപ്പോഴും കൊച്ചിയിൽ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ കൂടുതൽ ഷൂട്ടും കാര്യങ്ങളും പറഞ്ഞ ആൾക്ക് അങ്ങനെയൊന്നും ഇത് കൊടുക്കാറില്ല. ആൾ ഫ്രീ ആയിട്ട് ഇന്ന് റെസ്റ്റ് എടുക്കട്ടെ ആ ഒരു മൈൻഡൊക്കെയാണ്. അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് വീഡിയോസൊന്നും ഞാൻ അമ്മയായിട്ടുള്ള കോംബോ റീൽസൊന്നും കാണാത്തത്. പക്ഷേ ഞാൻ അമ്മ ഇനി വരുമ്പോഴത്തേക്കും ഞാൻ മാക്സിമം എടുക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ്ലി അമ്മയായിട്ടുള്ള കോംബോ റീൽസൊന്നും നിന്നിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ഫ്രീ ആകുമ്പോൾ അമ്മയ്ക്ക് ടൈം കിട്ടുന്ന സമയത്ത് എന്തായാലും നമ്മൾ ഇനിയും റീൽസുമായിട്ട് വരുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് യു ചൂസ് ദ നെയിം ജസ്റ്റ് ബീയിങ് മനീഷ? I choose the name Just Being Manisha because I wanted to show the real me. കാരണം നിങ്ങൾ എൻ്റെ റീൽസ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതിനകത്ത് എൻ്റെ കൂടുതലും ഞാൻ എൻ്റെ വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ പോസ്റ്റൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അങ്ങനത്തെ, അതായത് ഞാൻ എന്താണോ അതല്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ചിട്ടുള്ളത്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് യു ഗൈസ് ആർ ലൈക്ക് മൈ ഫാമിലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണോ എനിക്ക് കാണിക്കാൻ പറ്റും. അതായത് ഒരു ഫിൽറ്ററും ഇല്ലാതെ ഞാൻ എന്താണ് എന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് കാണിക്കാൻ പറ്റുന്ന അതിന് പറയുക, എനിക്കത് കിട്ടുന്നില്ല, ഒരു വേർഡ് കിട്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു ഫിൽറ്ററും ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഞാനായി നിൽക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പേര് ചൂസ് ചെയ്ത് ജസ്റ്റ് ബീയിങ് മനീഷ. ഇത് മെയിനായിട്ടും ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പലയിടത്ത് പോകുമ്പോൾ പലരും എന്നെ കാണുമ്പോൾ ആരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഈ കാണുന്നുള്ള കാര്യം ഞാൻ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് അതിനകത്ത് മെസ്സേജസിലൊക്കെ വരും, ചേച്ചി ഇന്നടുത്ത് വെച്ച് കണ്ടു, ലുലുവിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ ഇന്നടുത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, അപ്പോൾ എന്താ എൻ്റെ അടുത്ത് വരാനേന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ വന്നു കഴിഞ്ഞാൽ ചേച്ചി കംഫർട്ടാവുമോ, സംസാരിച്ച ചേച്ചി അത്രത്തോളം കംഫർട്ടാവുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് വരാത്തതെന്ന്. അപ്പോൾ അവർക്ക് എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റും ഈ ആറ്റിറ്റ്യൂഡ് ഇത് കാണുമ്പോൾ ഇവർക്ക് എനിക്ക് ജാട കൊച്ചാണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ പോയി മിണ്ടുമോ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളാരും പ്രത്യേകിച്ച് കണ്ടിട്ട് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ഇന്ന റീസണും കൊണ്ട് അല്ലെങ്കിൽ വന്നിട്ടില്ല, കണ്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരാൻ നിങ്ങൾ കംഫർട്ടല്ല എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അത്രയ്ക്കും ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ളൊരു കൊച്ചൊന്നുമല്ല ബൈ ദ വേ. അപ്പോൾ എനിക്ക് ദ റിയൽ മീ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ യൂട്യൂബിൽ ഞാനായി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പേര് ചൂസ് ചെയ്തത്, ജസ്റ്റ് ബീയിങ് മനീഷ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് കറൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊരു 8-9 മാസമൊക്കെ ആയിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നോൺ വെജ് താലി, അതേപോലെ ഈ പഞ്ചാബി ഫുഡ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാൻ, ബട്ടർ നാൻ, റൊട്ടി, അങ്ങനെ ഡാൽ റൈസ്, അങ്ങനെയൊക്കെയുള്ള സംഭവമൊക്കെ നമ്മുടെ നാടൻ റൈസ് അല്ലാതെ നോർത്തിൽ വരുന്ന മറ്റേ ബസ്മതി പോലത്തെ റൈസൊക്കെ ഉണ്ടല്ലോ. സോ ഡാൽ റൈസ് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ചോറ്, അമ്മ ഉണ്ടാക്കുന്ന ചോറ്, ചമ്മന്തി, അച്ചാർ, ഫിഷ് ഫ്രൈ, ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ്. വീടുക്കുരട്ടി, ഇതൊക്കെയായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഇപ്പം ഞാൻ കംപ്ലീറ്റ്ലി അച്ചാർ നിർത്തി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പം അങ്ങനെ പിക്കിൾ പേഴ്സൺ ഒന്നുമല്ല.
ഉപ്പിലിട്ട് കഴിക്കും, അല്ലാതെ മറ്റേ സ്പൈസസ് ഒക്കെ വരുന്ന പിക്കിൾ പേഴ്സണൊന്നും അല്ല ഞാനിപ്പോൾ. പക്ഷേ ഇപ്പം എൻ്റെ അതേ അങ്ങനത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും കംഫർട്ട് ഫുഡ് നോർത്ത് ഇന്ത്യൻ ഫുഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ന് ഞാൻ എക്സ്ട്രോവേർട്ടാണ്. ഞാൻ ഇൻട്രോവേർട്ട് അല്ല, ഒരിക്കലുമല്ല, ഞാൻ എക്സ്ട്രോവേർട്ടാണ്. കാരണം എന്നെ കണ്ടിട്ടുള്ളവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഞാൻ സംസാരിക്കും, ഞാൻ എന്തും സംസാരിക്കും. സോ ഞാൻ എക്സ്ട്രോവേർട്ടാണ്. പേഴ്സണലി ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ അങ്ങനെ നല്ല രീതിയിൽ അത്യാവശ്യം ഞാൻ കാണുന്നവരത് സംസാരിക്കും, മിങ്കിൾ ചെയ്യാറുണ്ട്. സോ യെസ്. അപ്പോൾ നെക്സ്റ്റ് വൺ, മേക്കപ്പ് ഇല്ലാതെ പുറത്ത് പോകാൻ കോൺഫിഡൻസ് ആണോ? ഓരോ ഒക്കേഷൻസ് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പോൾ എനിക്കൊരു ഈവൻറ്റ്സ് ഉണ്ട്, ഷൂട്ടുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വെൽ ഡ്രസ്ഡായിട്ട് മേക്കപ്പ് ചെയ്തൊക്കെ പോകുമ്പോഴായിരിക്കും കോൺഫിഡൻസ് കിട്ടുക. കാരണം അതൊരു പാർട്ട് ഓഫ് ജോബ് എന്നൊക്കെ വേണേൽ പറയാം. സോ ആ ഒരു സമയത്തൊക്കെ ഒഫീഷ്യലി നോക്കുമ്പോൾ എനിക്ക് വെൽ ഡ്രസ്ഡായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കാഷ്വലായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം ഞാൻ മേക്കപ്പ് ഇല്ലാതെ ഞാൻ പോകാറുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കടയിൽ പോകണം, പെട്ടെന്നൊരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഈവൻ ഞാൻ റൈഡിനൊക്കെ പോകാറുണ്ട്. എനിക്ക് റൈഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ റൈഡ് പോകാറുണ്ട്. ആ സമയത്ത് ഞാനൊരു ലിപ് ബാം ഇട്ടുകൊണ്ട് പോകാറുള്ളൂ. അതായത് ഞാൻ സൺസ്ക്രീന് പോയിട്ട് മോയ്സ്ചറൈസർ പോലും ഞാൻ ഇടാറില്ല. ഞാൻ വീട്ടിലിട്ടിരിക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും മിക്കപ്പോഴും പോകാറുള്ളൂ. ഞാൻ അത്രയ്ക്കും കംഫർട്ട്, കാരണം അങ്ങനെ റൈഡൊക്കെ പോകുമ്പോൾ എൻ്റെ കംഫർട്ട് സോണാണ് ഞാൻ കൂടുതൽ നോക്കാറുള്ളത്. സോ ഞാൻ അങ്ങനെയൊക്കെ പോകാറുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒക്കേഷൻസ് അനുസരിച്ചിട്ടിരിക്കും. പ്രൊഫഷണലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് മേക്കപ്പ് ഇല്ലാണ്ട് പുറത്തു പോകാൻ കോൺഫിഡൻസ് വരില്ല. എനിക്ക് മേക്കപ്പ് ഇട്ടാലേ കോൺഫിഡൻസ് വരുള്ളൂ. പക്ഷേ അല്ലാതെ കാഷ്വലായിട്ട് എൻ്റേതായ സ്പേസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകണം എന്നുള്ള ഇതാണെന്നുണ്ടെങ്കിൽ എനിക്ക് മേക്കപ്പ് എന്ന് പറയുന്ന സാധനം കമ്പൽസറി അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോണില്ലാതെ എത്ര ദിവസം ഇരിക്കാൻ പറ്റുമെന്ന്? അയ്യോ, ഫോണില്ലാണ്ട് എത്ര ദിവസം ഇരിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, ഫോണില്ലാണ്ട് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. റീസൺ, എനിക്കല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫോൺ കിട്ടുന്നത്, എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ കിട്ടുന്നത് ഞാൻ +1 പഠിക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് ഫോൺ കിട്ടുന്നത്. സോ ആ +1 തൊട്ട് ഇത് ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഫോണില്ലാത്തൊരു ദിവസം വന്നിട്ടില്ല. സോ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഫോണില്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ജെല്ലായി പോകാനല്ലേ നമുക്ക് പറ്റുള്ളൂ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സോ എനിക്ക് അങ്ങനെ ഫോണില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ്, അയ്യോ ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് ജെല്ലാം, എനിക്ക് ഓക്കെയാണ്. സോ കാരണം എനിക്ക് ഒട്ടും ഓക്കെ ആവാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഒരു ദിവസമൊക്കെ വീട്ടിൽ ഇരിക്കാൻ പറ്റും. ഒരു ദിവസത്തിൽ കൂടുതലൊന്നും എനിക്ക് വീട്ടിൽ അങ്ങനെ അടച്ചു പൂട്ടിയൊന്നും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് എവിടെയെങ്കിലും റൈഡ് പോകണം. ഈ റൈഡെന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ലോങ് ഡ്രൈവൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഞാനിപ്പം എവിടെയാണ് നിൽക്കുന്നത് ആ ഒരു ഏരിയയിലാണെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു ഈ പറയുന്ന 5 to 10 minutes ഒരു റൈഡൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ഭയങ്കര ഫ്രീ ആവാറുണ്ട്. സോ എനിക്ക് വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാര്യം ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിൽ അടച്ചു പൂട്ടിയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരാളാണ്. സോ ഫോണില്ലാണ്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നെഗറ്റീവ് കമൻറ്റ്സ് കാണുമ്പോൾ അത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതങ്ങനെ എടുക്കാറില്ല. റീസൺ ഞാൻ പറഞ്ഞത്, ഞാൻ അതായത് മോഡലിംഗ് ഫീൽഡിൽ ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ കുറച്ച് എൻക്വയറീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറേ പേരെടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് അന്ന് ഒരാൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു അഡ്വൈസ് ഇതായിരുന്നു. അതായത്, മോളെ നിനക്ക് പറ്റുവാണെങ്കിൽ നീ ഈ മോഡലിംഗ് ഫീൽഡ്, അതായത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ പറ്റുവാണെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി. റീസൺ, നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ പോസിറ്റീവ് ചിന്തിക്കുന്നേക്കാളും ഇരട്ടി
നെഗറ്റീവ്സേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ നല്ല പോസിറ്റീവായിട്ട് നമ്മളൊരു ഇപ്പോൾ ഒരു പിക്ക് അപ്ലോഡ് ചെയ്യുന്നു എന്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാവരും പോസിറ്റീവായിട്ട് കാണണമെന്നില്ല. അപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് വീട്ടിൽ കരഞ്ഞിരിക്കാനാണെങ്കിൽ മോളെ നീ ഈ പണിക്ക് ഇറങ്ങണ്ട, നീ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനത്തെ ഒരു അഡ്വൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ടൈമിൽ മോഡലിംഗ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഒരു അഡ്വൈസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഭയങ്കര അലേർട്ടായിരുന്നു. സോ ഞാൻ നെഗറ്റീവ് കമൻസിനെ ഞാൻ അങ്ങനെ ഇതുവരെ എൻ്റെ ഒരു നെഗറ്റീവ് കമൻസിനെ ആലോചിച്ച് ഞാൻ വിഷമിച്ചിട്ടില്ല, കരഞ്ഞിട്ടില്ല, ഒന്നുമില്ല. കാരണം എനിക്കത് ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്, എനിക്കതിൽ ഓക്കെയാണ്. സോ ബേസിക്കലി പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒട്ടും ബോധേഡല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നെഗറ്റീവ് കമൻറ്റ്സ് ഓഫ് കോഴ്സ് എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നോക്കി ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ കാഴ്ചപ്പാട് പലതാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രഷർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഓരോരുത്തരുടെ ഇഷ്ടം അവർ പറഞ്ഞോട്ടെ. ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമാണ്. സോ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വെറുതെ വിഷമിച്ച് കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ ആട്ടോ ഞാൻ പറയുന്നത്. ഈ പറയുന്നത് എത്ര പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സോ സ്ട്രെസ്സ് വന്നാൽ എന്ത് ചെയ്യും? സ്ട്രെസ്സ് വന്നാൽ ഞാൻ എപ്പോഴെങ്കിലും സ്ട്രെസ്ഡ് ആവുന്ന ഒരു ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ യൂഷ്വലി ഗോ ഫോർ എ റൈഡ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എനിക്ക് വീടിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല. ഒരു ദിവസമൊക്കെ മാക്സിമം എനിക്ക് വീടിനകത്തിരിക്കാൻ പറ്റും. നെക്സ്റ്റ് എനിക്ക് ഈവൻ ജസ്റ്റ് പുറത്തോട്ടാണെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ടും റിലാക്സ്ഡ് ആവും. എനിക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ മെൽറ്റായിപ്പോവും. ഞാൻ എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പോയി തിരിച്ച് വരുമ്പോൾ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. സോ വെനെവർ ഐ ആം സ്ട്രെസ്ഡ് ഐ യൂഷ്വലി ഗോ ഫോർ എ റൈഡ്. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്താണ്? ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഞാൻ ഏഷ്യാനെറ്റിൽ ഒരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു, സാന്ത്വനം എന്ന് പറയുന്ന സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഫേസ് ഒന്ന് ഫെയിം ആവാൻ തുടങ്ങിയത്, കൂടുതൽ ആൾക്കാരിൽ എൻ്റെ ഫേസ് എത്താൻ തുടങ്ങിയത്. ഈ സാന്ത്വനം ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് ഞാൻ എന്നെ ബിഗ് സ്ക്രീനിൽ കാണണം. അതായത് നമുക്ക് ഈ ടി വി കാണുന്ന പോലെ കാണണമെന്നല്ല, ഈ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ഞാൻ ആ തിയേറ്ററിൽ ഞാൻ അതേപോലെ ഒരു സ്പേസിലിരുന്നിട്ട് എൻ്റെ ചുറ്റിനും ഇങ്ങനെ ഓഡിയൻസൊക്കെ ഇരുന്നിട്ട് ഞാൻ എന്നെ തന്നെ ആ ബിഗ് സ്ക്രീനിൽ കാണും. ആ ഒരു ഞാൻ എന്തോരം മാനിഫെസ്റ്റ് ചെയ്തെന്നറിയാം, എത്ര വർഷം മാനിഫെസ്റ്റ് ചെയ്തെന്നറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഇങ്ങനത്തെ ഒരു സ്വപ്നസുന്ദരി എന്ന് പറയുന്നൊരു മൂവിയിലൊരു ക്യാരക്ടർ കിട്ടുന്നത്. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം കോവിഡൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ലാസ്റ്റ് ഇയർ നവംബർ ലാസ്റ്റിനാണ് എനിക്ക് ആ മൂവി റിലീസായിട്ടുണ്ടായിരുന്നത്. അതും സ്വപ്നസുന്ദരി എന്ന് പറയുന്ന മൂവി തിയേറ്റർ റിലീസാണ്. നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കിക്കാൻ ഹൈലൈറ്റ്സിലുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഞാനും എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നിട്ട് എനിക്ക് മൂവി ചെയ്യണമെന്ന്. കാരണം ഞാൻ സാന്ത്വനം ചെയ്തപ്പോൾ എൻ്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ബിഗ് സ്ക്രീനിൽ കാണണം. എൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ പറയും എൻ്റെ മോളുടെ കൂടെ ഇരുന്നിട്ട് എനിക്കിങ്ങനെ തിയേറ്ററിൽ നിന്ന് മൂവി കാണണമെന്ന്. സോ ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ബ്ലെസ്സിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്നിട്ട് ഇത്രയും ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് എനിക്ക് എന്നെ തന്നെ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റി. താങ്ക് യു സോ മച്ച്. ദൈവത്തിന് ഒരുപാട് 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 നന്ദി. കാരണം അതെൻ്റെ ജീവിതത്തിൽ കിട്ടി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരിക്കലും അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളെ തന്നെ ഇത്രയും ഓഡിയൻസിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ബിഗ് സ്ക്രീനിൽ കാണാമെന്ന് പറയുന്നത് അത് എല്ലാവർക്കും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ല. സോ എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നതിൽ വളരെയധികം സന്തോഷമാണ്. പിന്നെ എനിക്ക് കിട്ടിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു ഇനാഗുറേഷനൊക്കെ ചെയ്യണമെന്ന്. അതും ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബോബി ചെമ്മന്നൂരിൻ്റെ ബോച്ചയുടെ ഏറ്റുമാനൂരിലുള്ള ഒരു ജ്വല്ലറിയുടെ ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ആഗ്രഹിച്ച എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നടന്നു. ആഗ്രഹിച്ച ഒന്ന് ഇതേപോലെ സീരിയൽ ഏഷ്യാനെറ്റിൽ വരണമെന്ന് വിചാരിച്ചു, അത് ആഗ്രഹിച്ചു. ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് വിചാരിച്ചു, അത് നടന്നു. ഇനാഗുറേഷൻ നടക്കണമെന്ന് വിചാരിച്ചു, അത് നടന്നു. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച എൻ്റെ കാര്യങ്ങൾ എനിക്ക് ദൈവം നടത്തി തന്നിട്ടുണ്ട്. സോ അതാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഞാനിങ്ങനെയൊക്കെ പറയും ബോറടിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ അതിനുള്ള സൊല്യൂഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.
കാരണം ഞാൻ ഇത്രയും സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി. യാ, സോ നെക്സ്റ്റ് വൺ മാരേജ് എന്നാണ്. ഇതിന് കുറേ ചോദ്യം നാട്ടിൽ വരുമ്പോൾ കേൾക്കാറുള്ളതാണ്. എന്നാണ് കല്യാണം. ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ചോദിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് ഈ ചോദ്യം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നാട്ടിൽ പോകുമ്പോഴാണ്. എന്നാണ് മുള്ള കല്യാണം, ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ, കല്യാണം ഒന്നും കഴിക്കുന്നില്ലേ എന്നൊക്കെ എനിക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം കല്യാണം കഴിക്കാൻ പ്ലാനില്ല. കല്യാണം ആകുമ്പോഴത്തേക്കും എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലി ഓഫ് കോഴ്സ് നിങ്ങളോടായിരിക്കും ഞാൻ ആദ്യം വന്ന് പറയാം എൻ്റെ കല്യാണം എന്നാണ്. അപ്പോൾ കല്യാണം ഉറപ്പിക്കുമ്പോൾ എന്തെങ്കിലും ആകുമ്പോൾ നിങ്ങളോട് തന്നെ ഞാൻ ആദ്യം വന്ന് പറയും. ഓക്കെ. വാട്ട് ഈസ് വൺ ഹാബിറ്റ് ദാറ്റ് ചേഞ്ച് യുവർ ലൈഫ്? ദാറ്റ് ചേഞ്ച് ഇൻ മൈ ലൈഫ്. വൺ ഹാബിറ്റ് ദാറ്റ് ചേഞ്ച്ഡ് ഇൻ മൈ ലൈഫ് എന്ന് ചോദിച്ചാൽ, ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്, ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ആവുന്ന ഒരാളാണ്. അതായത് പണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മതി, ഞാൻ പെട്ടെന്ന് എനിക്കത് ഫീലാവും, ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞങ്ങിരിക്കും. എന്നാൽ അതെങ്ങനെ ഓവർകം ചെയ്ത് വരണമെന്നോ എന്നാൽ ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നോ ഒന്നും ഞാൻ ചിന്തിക്കില്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാൽ ഇരുന്ന് കരയുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ അന്നത്തെ ഒരു സൊല്യൂഷൻ. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കി, എന്തെങ്കിലും ഒരു കാര്യം വരുമ്പം അത് കരഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. സോ ഞാൻ ആ ഒരു ഹാബിറ്റ് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി. ഇപ്പം ഞാൻ ഫീലിങ്സ് ഇല്ലെന്നല്ല പറഞ്ഞത്, എനിക്കിപ്പോഴും സ്റ്റിൽ ഫീലിങ്സൊക്കെ ഉണ്ട്. ഞാനൊരു മനുഷ്യനാണ്, ഞാൻ കരയും ചിരിക്കും എല്ലാം ചെയ്യും. പക്ഷേ 24 മണിക്കൂർ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കാറില്ല. ഞാൻ കൂടുതൽ എൻ്റെ ഇമോഷൻസ് ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താറുണ്ട്. അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണം എന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട്. അതായത് ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയി. ഞാൻ എപ്പോൾ കരച്ചിൽ നിർത്തി ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയി. ഞാൻ ജീവിതത്തിൽ ഭയങ്കര ഫോക്കസ്ഡായി. എനിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഞാൻ എങ്ങനെ ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു പെർഫെക്റ്റായിട്ടുള്ള എന്ന് വെച്ചിട്ട് നോ വൺ ഈസ് പെർഫെക്റ്റ്. ഞാനിപ്പോൾ എടുക്കുന്ന ഡിസിഷൻസും 100% ശരിയാവണമെന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് എന്താണ് എക്സാക്റ്റ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ ഞാൻ ഈ കരച്ചിൽ നിർത്തിയപ്പോൾ എനിക്ക് ഞാനാവാനും ഞാൻ കൂടുതൽ എന്നെ തന്നെ പഠിക്കാനും എനിക്ക് മനസ്സിലായ ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊന്നും കരയാറില്ല. അതാണ് ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തൊരു കാര്യം. ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇപ്പം കേൾക്കുന്ന പലരും പറയും നമുക്കങ്ങനെ ഇമോഷൻസ് വരുമ്പോൾ ഹോൾഡ് ചെയ്യാൻ പാടില്ല, കരയേണ്ടി വന്നാൽ കരയണം എന്ന്. ഇപ്പോഴും ഞാൻ കരയാറുണ്ട്. അങ്ങനെ കംപ്ലീറ്റ്ലി ഞാൻ കരയാതെ ഭയങ്കര പാറ പോലെ ഇരിക്കുന്നൊരു കൊച്ചെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇരിക്കുക, കരഞ്ഞു തീർക്കുക, ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇത് കാര്യം വന്നാൽ ഞാൻ നല്ല രീതിയിൽ തിങ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ Q&Aയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇരുത്തി ഞാൻ വെറുപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല, പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസായിട്ടൊക്കെ വരാം. കാരണം ഫസ്റ്റ് ടൈം നമ്മൾ Q&A ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. യെസ്, അപ്പോൾ ഈ എൻ്റെ ഒരു Q&A നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്നോട് പറയാം കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻസാണ്. സോ അത് കേൾക്കാൻ ഞാൻ നിൽക്കും. ഞാൻ തെറ്റായിട്ട് എടുക്കാറില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ഉണ്ടായതുകൊണ്ട് അത് എടുക്കണോ വേണ്ട എന്നുള്ളത് നമ്മുടെ സ്വന്തം തീരുമാനമാണ്. സോ പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അത് കേൾക്കാൻ ഞാൻ നിൽക്കും, ആ കാര്യത്തിൽ ഉറപ്പാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു Q&A വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ ചാനൽ പുതിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോസ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷനോ എന്നൊക്കെ പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് മുന്നോട്ട് പോകാനൊരു തര വരാറുള്ളൂ. സോ അപ്പോൾ എന്നാലും ഞാൻ വീണ്ടും പറയാം, ഈ ഒരു വീഡിയോ നിങ്ങൾ ആരെയും ബോറടിപ്പിക്കാതെ ഞാൻ സംസാരിച്ചു എന്ന് വിചാരിക്കുന്നു.
സത്യം പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൽ ഇരുന്ന ഫീലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു എന്നൊരു തോട്ടമുണ്ട്. സോ യാ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ലവ് യു ഓൾ, ടേക്ക് കെയർ, സീ യു സൂൺ.